ഹായ്, വെൽക്കം ടു അന്ന വീഡിയോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നോമൻക്ലേച്ചർ ആണ്. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ ഇനി എടുക്കാനായിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ് എടുക്കാനായിട്ടുള്ളത്. അപ്പൊ അതിലത്തെ ആദ്യത്തെ ഫങ്ഷണൽ ഗ്രൂപ്പിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. നമുക്ക് തുടങ്ങാം. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താണെന്ന് പറയാം. ഓക്കെ, അപ്പൊ ആദ്യം നോക്കിക്കേ, ആദ്യത്തെ എക്സാമ്പിൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പറഞ്ഞു ഒരു കാർബൺ ഉണ്ട്, കാർബണിന് ചുറ്റും ഹൈഡ്രജൻ 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 4 ഹൈഡ്രജനുകൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ പേര് മെത്താണ്. ഒരു കാർബൺ ആയതുകൊണ്ട് മെത്താണ്. സിംഗിൾ ബോണ്ട് ആണുള്ളത്, സിംഗിൾ ബോണ്ട് ആണെങ്കിൽ എയിൻ ആണ്. സോ ഇത് മീത്തൈൻ ആണ്. ക്ലിയർ ആണല്ലോ, അത് മനസ്സിലായി. ഓക്കെ, ഇനി ഇവിടെ എന്താ പ്രത്യേകത? മെത്തനോൾ എന്ന് പറഞ്ഞ സംഭവം നോക്കിക്കേ. ഇവിടെ ശരിക്കും ഹൈഡ്രജൻ ഹൈഡ്രജൻ ഹൈഡ്രജൻ, ഇവിടെയും ഹൈഡ്രജൻ അല്ലേ വരേണ്ടിയിരുന്നത്. പക്ഷെ അവിടെ എന്ത് വന്നു? OH വന്നു. OH വന്നപ്പോൾ പേര് മാറിപ്പോയി, മെത്തനോൾ എന്നായി. ഇനി ഇതുപോലെ തന്നെ നോക്കിക്കേ, എച്ച് എച്ച് എച്ച്, ഇവിടെ എച്ച് അല്ലേ വരേണ്ടിയിരുന്നത്. അവിടെ Cl വന്നപ്പോൾ അതിന്റെ പേര് മാറിപ്പോയി. എന്തെന്നായി? ക്ലോറോ മീഥെയിൻ എന്നായി പേര്. ഓക്കെ, സോ ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടൊരു കോൺസെപ്റ്റ് ആണ്, സിമ്പിൾ ആയിട്ട് പഠിക്കാം. അധികം സമയമൊന്നും എടുക്കുന്നില്ല, കുഞ്ഞൊരു കാര്യം മാത്രം കേട്ടോ. അപ്പൊ ആദ്യത്തെ ഫങ്ഷണൽ ഗ്രൂപ്പാണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്നാണ് നമ്മുടെ ആദ്യത്തെ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പേര്. ആദ്യത്തെ ഫങ്ഷണൽ ഗ്രൂപ്പാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. യെസ് യെസ് യെസ്. ഓക്കെ, സോ നമുക്ക് ആദ്യത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് പഠിക്കാം. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ OH ആണ് കേട്ടോ. OH എന്നാലോചിക്കുക. ഇതിൽ വരേണ്ടത് ഓളാണ് വരിക. ഓള് വന്നു കഴിഞ്ഞാൽ എന്താന്ന് മനസ്സിലാക്കി വെക്കുക, ആൽക്കഹോൾ ആണ് എന്നുള്ളൊരു ഐഡിയ ഒരു മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, ഇനി ഇപ്പൊ സിംപിളി ഒരു എക്സാമ്പിൾ ആണ്, പഠിക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. അപ്പൊ ഞാൻ ചില എക്സാമ്പിളുകൾ പറയുന്ന സമയത്ത് ഇത് പഠിക്കാനായിട്ട് മനസ്സിൽ നിൽക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇപ്പൊ കുറെ ആളുകൾ ആൽക്കഹോൾ കഴിക്കുന്നവരുണ്ട്. ഓക്കെ, അപ്പൊ കുറെ പേര് ആൽക്കഹോൾ കഴിക്കുന്നതിന് ചിലപ്പോ ചിലർക്കൊക്കെ എന്തായിരിക്കും, പ്രണയ നൈരാശ്യമായിരിക്കും. അതായത് ഓളാണ് കാരണം എന്ന് പറയില്ലേ, ഓളാണ് ആൽക്കഹോളിന് കാരണം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പഠിക്കാം. ഇവിടെ ഇങ്ങനെ ആലോചിക്കുക, ഓളാണ് ആൽക്കഹോൾ എന്നാൽ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പൊ നോക്കിക്കേ, എന്താണ് സംഭവം. നമ്മൾ വലുതാക്കിയിട്ട് ഭയങ്കരമായിട്ട് ഇത് അയ്യോ ആൽക്കഹോൾ ഇതിനിപ്പോ എങ്ങനെ എഴുതാം, അങ്ങനെയൊന്നുമില്ല. സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. നോക്കിക്കോളൂ. ആദ്യത്തെ സംഭവം മെത്തനോൾ. നിങ്ങൾക്ക് അറിയാം, ഞാനെന്താ ഈ ഒരു സ്ട്രക്ചർ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എന്താണെന്ന് പറയാൻ പറ്റും. ഞാനെന്താ ഈ വരയ്ക്കുന്ന സ്ട്രക്ചർ എന്താന്ന് പറഞ്ഞാൽ, ഒരു കാർബൺ, ഇവിടെ 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 ഒക്കെ ഹൈഡ്രജൻ 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 ഹൈഡ്രജൻ. അപ്പൊ നിങ്ങൾ പറയും ഒരു കാർബൺ ആണെങ്കിൽ മെത്താണ്, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ഈ എയിൻ ആണ്, അങ്ങനെയാണെങ്കിൽ ഇത് മീഥൈൻ ആണെന്ന് പറയും. വെരി ഗുഡ്. ഓക്കെ, അത് ക്ലിയർ ആണ്. അപ്പൊ മെത്തനോൾ എന്ന് പറഞ്ഞാൽ എന്തുട്ടാ? മെത്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ് നമുക്കറിയാം. മെത്താൻ എന്ന് പറഞ്ഞാൽ ഒരു കാർബണാണ്. അത് ക്ലിയർ ആയി. ഓള് വന്നിട്ടുണ്ടല്ലോ, ഓള് വന്നാൽ എന്താണ് നമ്മൾ പറഞ്ഞത്? OH അല്ലേ? OH ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ പേരാണ് മെത്തനോൾ എന്ന് പറയുന്നത്. എങ്ങനെ പറഞ്ഞേ? മെത്താൻ എന്ന് പറഞ്ഞ ഒരു കാർബൺ ആണ്. കാർബൺ ചുറ്റും എത്ര ഹൈഡ്രജനുകൾ വേണം? 4 ഹൈഡ്രജനുകൾ വേണം. 1 2 3 4ന്റെ ഭാഗത്ത് ആരിനെ കൊണ്ടുവന്ന് വെച്ചു? OHനെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ പറയുന്നതാണ് മെത്തനോൾ എന്ന് പറയുന്നത്. ഇത് ഒരു ആൽക്കഹോൾ ആണ് കേട്ടോ, മെത്തനോൾ. മനസ്സിലായോ? അപ്പൊ ഇനി എത്തനോൾ എങ്ങനെയാ വരയ്ക്കുക? സിമ്പിൾ ആണല്ലോ. എത്താൻ എന്ന് പറഞ്ഞാൽ എന്താ? 2 കാർബൺ അല്ലെ? ആ 2 കാർബണിന് ചുറ്റും എന്ത് വേണം? ഇവിടെ ഹൈഡ്രജൻ 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 വേണം. ഇവിടെ എന്ത് ചെയ്തു? അവിടെ ഒരു ഹൈഡ്രജൻ മാറ്റിയിട്ട് അവിടെ OH കൊടുത്തു കഴിഞ്ഞാൽ എത്ത്. ഇതിന്റെ പേരെന്തുട്ടാ? എത്തനോൾ എന്ന് വരും. എത്തനോൾ. ഓക്കെ അല്ലേ? ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു തരട്ടെ. സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ. നോക്കിക്കേ, മീഥൈൻ വരയ്ക്കാൻ പറഞ്ഞു നിങ്ങൾ വരയ്ക്കും. കാർബൺ, ഇവിടെ ഒക്കെ ഹൈഡ്രജൻ കൊടുത്തു. ക്ലിയർ ആണല്ലോ? അതിൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഡൗട്ടും ഇല്ല. ഓക്കെ, മീഥൈൻ എന്താണ് നമുക്കറിയാം. അപ്പൊ അതാ നമ്മൾ എഴുതി, അത് മീഥൈൻ ആണ് കേട്ടോ. M ക്യാപിറ്റൽ എഴുതണം കേട്ടോ. M ക്യാപിറ്റൽ ആണ് മീഥൈൻ. മനസ്സിലായല്ലോ? ഇനി ഇവിടെ ഒക്കെ എച്ചുകളായിരുന്നു. ഇവിടെയുള്ള എച്ചിന് പകരം നമ്മൾ OH എഴുതി കഴിഞ്ഞാൽ എങ്ങനെയാ ചേഞ്ച് വരണ്ടേ? ചേഞ്ച് വരാനായിട്ട് നമ്മൾ ഈ ഈനെ ഒഴിവാക്കിയിട്ട് അവിടെ എന്ത് ആഡ് ചെയ്യണം? അവിടെ നമ്മൾ ഓൾ ആഡ് ചെയ്യാം. മെത്തനോൾ. അങ്ങനെയാണ് പേര് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് എക്സാമ്പിളുകൾ നോക്കാം. ഇതാ എത്തനോൾ. എത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മെത്ത് എത്ത്. ഓക്കെ ആണല്ലോ? ഇവിടെ ഒക്കെ ആറിന് കൊടുക്കണം? ഹൈഡ്രജന് കൊടുക്കണം. ഹൈഡ്രജൻ 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 ഹൈഡ്രജൻ. ഒരു സ്ഥലത്തിന് മാത്രം ആറിന് കൊടുക്കണം? OHന് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ എന്താ പേര്? ഈത്തൈൻ ആയിരുന്നു. അതിന്റെ കൂടെ ഈത്തൈനിന്റെ എന്ത് ചേഞ്ച് ചെയ്തു? ഈത്തൈൻ ആയിരുന്നു, അതിന്റെ മാറ്റിയിട്ട് അവിടെ എന്ത് കൊണ്ടുവന്നു? ഓള് കൊണ്ടുവന്നപ്പോ എത്തനോൾ ആയി. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ? നോക്കിക്കേ, അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. പ്രൊപ്പനോൾ. അപ്പൊ നിങ്ങൾക്കറിയാം, മെത്ത് എത്ത് പ്രൊപ്പ്. ഓക്കെ, ഇവിടെ 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 ഒക്കെ എന്ത് കൊടുത്തു? ഹൈഡ്രജന് കൊടുത്തു. ഹൈഡ്രജൻ 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 ഹൈഡ്രജൻ. ഇവിടെ ഒക്കെ ഹൈഡ്രജനുകൾ കൊടുത്തു.
ഇവിടെ മാത്രം ആര് കൊടുക്കുക? OH കൊടുത്തു. മനസ്സിലായോ? ഇതിന്റെ പേരാണ് പ്രൊപ്പനോൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ അടുത്ത് നോക്കിക്കേ. അങ്ങനെയാണെങ്കിൽ പ്രൊപ്പനോൾ തന്നെ. ബ്യൂട്ടനോൾ എങ്ങനെയാ? മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട് 4 എണ്ണമാണല്ലോ. അപ്പൊ നിങ്ങൾക്കറിയാം മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട് 4 എണ്ണമാണ്. ഇവിടെയൊക്കെ സിംഗിൾ ബോണ്ട് കൊടുത്തു, ഇവിടെയൊക്കെ ഹൈഡ്രജൻ ഉണ്ടെന്ന് വിചാരിക്കട്ടെ. അപ്പൊ ഞാൻ ഹൈഡ്രജൻ വരയ്ക്കുന്നില്ല, ഞാൻ എന്ത് മാത്രമാണ് വരയ്ക്കുന്നത്? ഇവിടെ എന്ത് കൂടി ഉണ്ട്? OH ഉണ്ട്. അപ്പൊ എങ്ങനെയായിരുന്നു? ബ്യൂട്ടൈൻ ആദ്യം വരച്ചു, എന്നിട്ട് അതിൽ നിന്ന് ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ ആരിനെ കൊണ്ടുവരാ? OH കൊണ്ടുവരാ. സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് അല്ലേ? നിങ്ങൾ ഒരുപാട് ആലോചിച്ച് കഴിഞ്ഞാലാണ് കൺഫ്യൂഷൻ വരുന്നത്. സിമ്പിൾ ആയിട്ട് എടുക്കാം. ഓക്കെ, ബ്യൂട്ടനോൾ. ഇനി പെന്റനോൾ ആണെങ്കിലോ നിങ്ങൾക്കറിയാം. പെന്റനോൾ വരയ്ക്കാൻ പറഞ്ഞാൽ എങ്ങനെ വരയ്ക്കും? മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്. ഇവിടെ എല്ലായിടത്തും എന്ത് കൊടുക്കുക? ഹൈഡ്രജന് കൊടുക്കുക. ഇവിടെ മാത്രം ആരിന് കൊടുക്കുക? OH കൊടുക്കുക. ഓക്കെ, പെന്റനോൾ. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹെക്സനോൾ എങ്ങനെയാ? നിങ്ങൾക്കറിയാം. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്. ഹെക്സ്. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്. അപ്പൊ ഇവിടെ ഒക്കെ ഹൈഡ്രജൻ കൊടുത്തു. ഹൈഡ്രജൻ, 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 ഹൈഡ്രജൻ. ഇവിടെ ഹൈഡ്രജൻ കൊടുത്തു. ഇവിടെ മാത്രം എന്ത് കൊടുത്തു? OH കൊടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ഹെക്സനോൾ കിട്ടും. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൽ കുഞ്ഞൊരു കാര്യം കൂടി പറയാം. ഇതിൽ പൊസിഷൻ അനുസരിച്ചിട്ട് കുഞ്ഞൊരു പേരിൽ ചെറിയൊരു ചേഞ്ച് കൂടി വരാം. ഓക്കെ, അതായത് നോക്കിക്കേ, ഈ പൊസിഷൻ അനുസരിച്ച് ചേഞ്ച് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഫസ്റ്റ് നമുക്ക് മെത്തനോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. മെത്തനോൾ വരയ്ക്കാൻ നിങ്ങൾക്ക് ഇനി അറിയാലോ. മെത്തനോൾ എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? ഇവിടെ OH, ഇവിടെയൊക്കെ ഹൈഡ്രജൻ. അപ്പൊ നിങ്ങൾക്കൊരു സംശയം, ഈ റൈറ്റ് സൈഡിൽ ഇവിടെ തന്നെയാണോ OH കൊടുക്കാൻ പറ്റുള്ളൂ? വേറെ എവിടെയെങ്കിലും കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും കൊടുക്കാം. ഇവിടെ എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? എവിടെയോ എവിടെ വേണമെങ്കിലും OH കൊടുക്കാം. പക്ഷെ പേരിൽ വലിയ മാറ്റമൊന്നുമില്ല. എന്ത് തന്നെയാണ് പേര് വരുന്നത്? മെത്താൻ ഓൾ എന്ന് തന്നെയാണ് പേര് വരാം. പേരിൽ ഒരു തരത്തിലുള്ള വ്യത്യാസവുമില്ല. മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ. ഇനിയിപ്പോ എത്തനോൾ ആണെങ്കിലോ CC. ഇവിടെ എല്ലായിടത്തും നമുക്ക് H കൊടുക്കാം, ഇവിടെ മാത്രം OH കൊടുത്തു. അപ്പൊ നിങ്ങൾക്ക് അടുത്ത സംശയം, ഇവിടെ മാത്രമാണോ OH കൊടുക്കാൻ പറ്റുന്നത്? അല്ല, ഇവിടെ മാത്രമല്ല, ഇവിടെ വേണമെങ്കിലും OH കൊടുക്കാം. ഇവിടുന്ന് മാറ്റിയിട്ട് ഇവിടെ വേണമെങ്കിലും OH കൊടുക്കാം. പക്ഷേ അവിടെ OH കൊടുത്തു കഴിഞ്ഞാലും പേരിൽ എന്തില്ല? മാറ്റമില്ല. സെയിം പേര് തന്നെയാണ് വരുന്നത്. എന്താ പേര് വരുന്നത്? മെത്ത്, എത്ത്, എത്തനോൾ എന്ന് പേര് വരും. പ്രത്യേകിച്ച് മാറ്റമില്ല. അപ്പൊ എവിടെയാ മാറ്റം വരുന്നത്? ഈ പ്രൊപ്പനോളിന്റെ കാര്യം നോക്കിക്കേ. പ്രൊപ്പനോളിന്റെ കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? മെത്ത്, എത്ത്, പ്രൊപ്പ് 3 എണ്ണല്ലേ? 3 കാർബൺ വരച്ചു. ഓക്കെ, ഒന്നുകിൽ നമുക്ക് ഇവിടെയൊക്കെ ഹൈഡ്രജനുകൾ ഉണ്ട് കേട്ടോ. ഒന്നുകിൽ നമുക്ക് ഇവിടെ OH കൊടുക്കാം. ക്ലിയർ അല്ലേ? ഇവിടെ OH കൊടുക്കാം. ഇവിടെ OH കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാർബണിലാണ് OH വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പേരാണ് പ്രൊപ്പാൻ 1 ഓൾ. കാരണം എന്താ? ഒന്നാമത്തെ ബ്രാഞ്ചിൽ കാർബൺ. അപ്പൊ നിങ്ങളിരിക്കും, ഇത് ഒന്നല്ലല്ലോ 3 അല്ലേ? 1, 2, മൂന്നാമത്തേലല്ലേ എടുക്കണമെന്ന് ഇരിക്കും. അല്ല, എപ്പോഴും ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിൽ വേണം കൗണ്ട് ചെയ്യാനായിട്ട്. സോ നമ്മൾ ഇതിനെ 1 ആയിട്ട് കൗണ്ട് ചെയ്തു. ഇവിടെ മാത്രമാണോ കൊടുക്കാൻ പറ്റുന്നത്? അല്ല, നമുക്ക് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. ഇവിടെ കൊടുത്ത പേരെന്ത് വരും? പ്രൊപ്പാൻ 2 ഓൾ എന്ന് പേര് വരും. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? അപ്പൊ അടുത്ത് നോക്കിക്കേ, എക്സാമ്പിൾ നോക്കാം. ഇതാ പ്രൊപ്പാൻ 2 ഓൾ എങ്ങനെ വരയ്ക്കണ്ടേ? ഇതാ മെത്ത്, എത്ത്, പ്രൊപ്പ്. ഇവിടെ OH കൊടുക്കുക കേട്ടോ. ബാക്കിയുള്ളടത്തൊക്കെ നമുക്ക് ഹൈഡ്രജൻ കൊടുക്കണം. ഇവിടെ എല്ലായിടത്തും ഹൈഡ്രജൻ കൊടുക്കുക. സിമ്പിൾ ആണല്ലോ? ഓക്കെ, അടുത്തത് ഹലോ, മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്. ബ്യൂട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് വരയ്ക്കാം. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്. എത്രാമത്തേലാ OH വരുന്നത്? ഇവിടെ ഒന്നാമത്തേലാണ് OH വരുന്നത്. സോ ഇവിടെ OH കൊടുത്തു. ബാക്കിയുള്ള എല്ലായിടത്തും എന്ത് കൊടുക്കുക? ഹൈഡ്രജൻ കൊടുക്കുക. ഹൈഡ്രജൻ, 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 ഹൈഡ്രജൻ. എല്ലായിടത്തും ഹൈഡ്രജൻ കൊടുത്തു. ഇതിന്റെ പേരെന്തുട്ടാ? മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്. ബ്യൂട്ടാൻ എത്രാമത്തേലാ? 1 ഓൾ. ബ്യൂട്ടാൻ 1 ഓൾ. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കിക്കേ. ഇവിടെ എത്രാമത്തേല കിടക്കുന്നത്? രണ്ടാമത്തേല കിടക്കുന്നത്. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്. എത്രാമത്തേല കിടക്കുന്നത്? രണ്ടാമത്തേലാണ് OH കിടക്കുന്നത്. എന്താ പേര് വരുന്നത്? ബ്യൂട്ടാൻ 2 ഓൾ. അപ്പൊ നമ്മൾ വിചാരിക്കും ഇവിടെ കൊടുത്തൂടെ? അവിടെ കൊടുക്കാം. അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ എന്താണ്? ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിൽ കൗണ്ട് ചെയ്യണ്ടേ? ഓക്കെ, സോ ബ്യൂട്ടാൻ 2 ഓൾ തന്നെയാണ് അവിടെയും വരിക. ക്ലിയർ? അപ്പൊ അടുത്ത എക്സാമ്പിൾ 1 ഓൾ. ഓക്കെ, നോക്കിയേ. CH3, CH2, 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 OH. ഓക്കെ, എങ്ങനെയാ വരണ്ടേ? മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്. ഓക്കെ, മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്. ഇവിടെ OH കൊടുത്തു. ബാക്കിയുള്ളടത്തൊക്കെ എന്ത് കൊടുക്കുക? ഹൈഡ്രജൻ കൊടുക്കുക. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, അടുത്തത് പെന്റാൻ 2 ഓൾ ആണെങ്കിലോ? പെന്റാൻ 2 ഓൾ എന്ന് വരയ്ക്കാം. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്. 2 ഓൾ അല്ലേ? ഒന്നുകിൽ ഇവിടെ OH കൊടുക്കാം,
അല്ലെങ്കിൽ ഇവിടെ OH കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ പെന്റാൻ എന്തുകൂടി നമുക്ക് സാധ്യതയുണ്ട്? ഇവിടെ OH കൊടുത്തൂടെ? ഒന്ന് പറഞ്ഞേ. ഇവിടെ OH കൊടുക്കുകയാണെങ്കിൽ എന്താ പേര് വരാം? 1 2 3 1 2 3 എവിടെ നിന്ന് എണ്ണിക്കഴിഞ്ഞാലും ഇതിന്റെ സ്ഥാനം മൂന്നാമത്തേതാണ്. മൂന്നാമത്തേൽ OH വരുന്ന സമയത്ത് ഇതിന്റെ പേര് വന്നിട്ട് മെത്ത് പ്രൊപ്പബ്യൂട്ട് പെന്റ്. പെന്റാൻ എത്രാമത്തേലാ വരുന്നത്? മൂന്നാമത്തേൽ ഓൾ വരുന്നത്. പെന്റാൻ 3 ഓൾ. മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആണല്ലോ. പെന്റാൻ 2 ഓൾ പറഞ്ഞു, പെന്റാൻ 3 ഓൾ. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഒരു ഫങ്ഷണൽ ഗ്രൂപ്പാണ് ഹൈഡ്രോക്സിൽ എന്ന് പറയുന്ന OH ഗ്രൂപ്പിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. OH ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഓളാണ് വരുന്നത് പേര്, അത് ആൽക്കഹോളുകളാണ്. ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കാർബോക്സിൽ എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിനെ പറ്റിയിട്ടാണ്. അത് നമ്മൾ ഒരു കുഞ്ഞൊരു ബ്രേക്കിന് ശേഷം പഠിക്കാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് വിത്ത് മീ. താങ്ക് യു.